ഹായ് ഹലോ വെൽക്കം ടു സി സി ബാങ്ക്. സി സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ CSCB എക്സാം അല്ലേ, സഹകരണ വകുപ്പ് നടത്തുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ്റെ തീയതികളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. പുതിയ നോട്ടിഫിക്കേഷൻ വന്നതും അതേപോലെ തന്നെ വരാനിരിക്കുന്ന പുതിയ എക്സാമിനേഷനൊക്കെ നിങ്ങൾ എന്തായിരിക്കും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് നടത്തുക, എക്സാമിന് വേണ്ടി ക്ലിയർ ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക, ഒരിക്കലും പകുതി വെച്ച് നിർത്താതിരിക്കുക. പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയാൽ ആ ലക്ഷ്യം കാണുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ആ ലക്ഷ്യം കണ്ടു കഴിഞ്ഞ് ആ ലക്ഷ്യത്തിൽ എത്തിയാൽ മാത്രം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മളെ കയ്യിൽ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടുന്നവരെ, എന്തിന് നമ്മൾ ജോലിക്ക് അന്ന് അവിടെ സൈൻ ചെയ്യുന്ന നിമിഷം വരെ നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് പറയുക. കാരണം അത്രയും കൺസിസ്റ്റൻസി ഉണ്ടാവണം നമ്മളെ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. നമുക്ക് ഇന്ന് കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് പ്രധാനമായും 2 ടോപ്പിക്കാണ്. ഒന്ന്, നമ്മളെ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യുക പ്രോഫിറ്റ് കൺസേണിനെ പറ്റിയാണ്. നമ്മൾ ഇന്ന് കൺസേൺ ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റ് അല്ലാത്ത കൺസേൺ, അതായത് നോൺ പ്രോഫിറ്റ് കൺസേണിനെ പറ്റിയും പിന്നെ കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന എറേഴ്സിനെ പറ്റിയുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചോദ്യങ്ങളും ആൻസറുകളും എന്ന്. ഒന്നാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദ്യം. എന്തായിരിക്കാം? ടു ഏൺ പ്രോഫിറ്റ് ഫോർ ഷെയർ ഹോൾഡേഴ്സ്, ടു പ്രൊവൈഡ് സർവീസ് അറ്റ് എ പ്രോഫിറ്റ്, ടു പ്രൊവൈഡ് സർവീസ് എയ്തർ ഫ്രീ ഓർ അറ്റ് നോമിനൽ കോസ്റ്റ്, ടു മാക്സിമൈസ് റവന്യൂ ഫ്രം ഡൊണേഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കി അവിടെ അറിയാം ഇവിടെ എന്തിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രോഫിറ്റ് ആയിരിക്കില്ല മുന്നേ കാണാൻ, എന്താണ് പ്രോഫിറ്റ് അല്ലാത്ത സർവീസുകളായിട്ട് മുന്നേ കാണാം അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏത് ആൻസർ ആയിട്ട് വരിക? യെസ്, എന്താണ് ആൻസർ? സി ആണ് വരിക അല്ലെ. ആൻസർ ഏതാണ്? സി ആണ് വരിക. അവിടെ ഒരിക്കലും എന്തല്ല, സർവീസ് ആണ് കൊടുക്കുന്നത്, ഒരിക്കലും അവിടെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടോ മറ്റോ കാര്യങ്ങളോ അല്ല. അതിൽ നിന്നും ഒരു മണി ഏൺ ചെയ്യാം എന്ന കാര്യം എന്ത് ചെയ്യുന്നില്ല, അവിടെ പറയുന്നില്ല. ഓക്കെ, ശരി. അടുത്ത ചോദ്യം നോക്കാം. അപ്പോ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ സോഴ്സ് ഓഫ് ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ പ്രത്യേകമായി ചോദിച്ചിട്ടുണ്ട് നോട്ട് എന്ന് അല്ലെ. നോട്ട് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകമായി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ, അതുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. നമ്മളിവിടെ ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധം ഇല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കി എന്തൊക്കെയായിരിക്കാം? സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്, സെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർസ്, ഡൊണേഷൻ ആൻഡ് ലെഗസീസ്, ഇനി ഗ്രാന്റ് ഇൻ എയ്ഡ് ഫ്രം ഗവൺമെന്റ്. ഇവിടെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അവിടെ കിട്ടുന്ന ഇൻകം എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യത്യാസം. നമുക്ക് പ്രോഫിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന ലാഭങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്കവിടെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. നമുക്ക് വരിസംഖ്യകളായിട്ടും ഡൊണേഷനുകളായിട്ടും ഗവൺമെന്റ് തരുന്ന മറ്റ് സേവനങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു സംഭാവനക്കാരുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഏതായിരിക്കും വരിക? ഇവിടെ വായിച്ചാൽ തന്നെ അറിയാം ഏതാണ് നോട്ട് എന്ന് വരുന്നത്. യെസ്, ബി ആണ് അല്ലെ. ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇക്വിറ്റി ഷെയർ അതായത് ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അവിടെ പ്രോപ്പറായിട്ട് വിൽക്കാനോ വാങ്ങാനോ ഒന്നും പറ്റില്ല. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്ക് NPO എന്ന് പറയാം. എന്നാളെ വലിയൊരു സെന്റൻസ് പറയണ്ടല്ലോ, പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ NPO എന്ന് പറയാം. ഓക്കെ, ഇൻ NPO ദി എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് എന്തായിരിക്കും ഉണ്ടാവുക? ട്രാൻസ്ഫേർഡ് ടു ദി P&L അക്കൗണ്ട്, ഡിസ്ട്രിബ്യൂട്ട് എമംഗ് മെമ്പേഴ്സ്, ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ ഓർ ജനറൽ ഫണ്ട്, യൂസ് ടു പേ ഡിവിഡൻഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാല് NPOയില് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇവിടെ നമുക്കൊരു സംശയം തോന്നും, അത് പ്രോഫിറ്റ് കൺസേൺ അല്ല ഇങ്ങനെ ഉണ്ടാവുക, ഇവിടെ എന്താ ഇങ്ങനെ എന്നുള്ള സംശയം ഉണ്ടാവും. ഇവിടെയും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വാങ്ങുന്നതായ സാധനങ്ങളും അതായത് നമുക്കുള്ള ചെലവുകളുണ്ട്. എന്താ ചെലവുകൾ വരിക? ചെലവുകൾ വരുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിയതിന് ചെലവ് ഉണ്ടാകാം അല്ലെ. അങ്ങനെയുള്ള പല ചെലവുകളും നമുക്ക് ഉണ്ടാകും. അതേപോലെ പത്രങ്ങളോ അതേപോലെ റെന്റ് തുടങ്ങിയ ചെലവുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ചെലവുകളും വരവുകളാണ് ഇവിടെ ഉണ്ടാവുക, അല്ലാണ്ട് ലാഭവും നഷ്ടവും അല്ല. ഇപ്പൊ ചിലവും വരവും ഉണ്ടാവുക സ്വാഭാവികമായിട്ട് അവിടെ കണ്ടുപിടിക്കുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ബാലൻസിന്റെ നെറ്റ് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എന്ന രീതി നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് മാത്രമേ അവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഏതായിരിക്കും ആൻസർ വരിക? യെസ്, ഇവിടെ ക്രെഡിറ്റഡ് ടു ദി ക്യാപിറ്റൽ ഓർ ജനറൽ ഫണ്ട് എന്നാണ് വരിക അല്ലെ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റില്ല, കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അവിടെ ഇല്ല. ഇനി ഡിസ്ട്രിബ്യൂട്ട് എമംഗ് മെമ്പേഴ്സ് പറ്റില്ല, കാരണം എന്താ,
പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, ഡിവിഡൻഡ് അവിടെ കൊടുക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ ജനറൽ ഫണ്ട് ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, മാറ്റുകയാണ് ചെയ്യുക. ശരി, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പാർട്ട് ഓഫ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ട് ഫോർ NPO? ഏതാണ് ഇവിടെ പറയുന്നത്? മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, കോസ്റ്റ് ഷീറ്റ്. വളരെ എളുപ്പത്തിൽ ഒറ്റ നോട്ടത്തിൽ പറയാൻ വേണ്ടി പറ്റും ഏതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അല്ലെ. NPO പ്രധാനമായിട്ടുള്ളത് ഏതാണ്? ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, പിന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പിന്നെ ബാലൻസ് ഷീറ്റ്. ഇതാണ് ഉള്ളത്. ഓക്കെ, ഇതാണ് അവിടെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ് പ്രധാനമായിട്ടും വരിക. ദെൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ദി ട്രയൽ ബാലൻസ് ഇൻ NPO? എന്തിനാണ് ഈ ട്രയൽ ബാലൻസ് NPOയില് എന്തിനാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? സാധാരണഗതിയിൽ ഈ ട്രയൽ ബാലൻസ് എവിടെയും പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണ്? മാത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആത്യന്തികമായിട്ട് അവിടെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? മാത്തമാറ്റിക്കൽ ആക്യുറസി. അത് എവിടെയായാലും, ഇപ്പോൾ പ്രോഫിറ്റ് കൺസേൺ ആയാലും നോട്ട് ഫോർ പ്രോഫിറ്റ് കൺസേൺ ആയാലും എവിടെയായാലും എന്താ, മാത്തമാറ്റിക്കൽ ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരിക? യെസ്, സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക അല്ലെ. അവിടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശരിക്കും പറഞ്ഞാൽ ഒരു ആക്യുറസി ഉണ്ടോന്നോ, അതായത് നമ്മൾ ചെയ്തു വെച്ച അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണോ എന്ന് ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ശരി, അടുത്ത. ഹു ആർ ദി പ്രൈമറി യൂസർ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ NPO? ആരാണ് പ്രൈമറി യൂസർ എന്ന് പറയാം? നമ്മളിപ്പോൾ ബിസിനസ് കൺസേൺ തന്നെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമ്മൾ കാണും. ഇവിടെ NPOന്റെ കേസിൽ വരുമ്പോൾ ആരൊക്കെയാണ്? ഓക്കെ, കസ്റ്റമർ ആൻഡ് ഓണർ, ഇൻവെസ്റ്റർ ആൻഡ് ക്രെഡിറ്റേഴ്സ്, മെമ്പർ, ഡോണേഴ്സ് ആൻഡ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസ്, സപ്ലൈസ് ആൻഡ് എംപ്ലോയീസ് അല്ലെ. ഇവിടെ എന്താണ്? ഇവിടെ ഓണേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അവിടെ ഇല്ല, അതിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ഇല്ല, സപ്ലൈസ് ആൻഡ് എംപ്ലോയീസും ഇല്ല. ആരൊക്കെയാണ്? അതിലെ മെമ്പേഴ്സ്, ഡോണേഴ്സ്, രജിസ്ട്രാർ ഓഫ് സൊസൈറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു പ്രൈമറി യൂസർ എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഇവരാണ് എന്ത്, നമ്മൾ ഇത്തരത്തിൽ NPOയുടെ അക്കൗണ്ടിന്റെ പ്രൈമറി യൂസർ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഏതാണ്? അവിടെ സി ആണ് അല്ലെ. ഏതാണ് മക്കളെ? സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സി. ശരി, അടുത്ത ചോദ്യം. അപ്പൊ നമ്മൾ NPOന്റെ ബേസ് ചെയ്തുള്ള കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ നോക്കി. ഇനി എറേഴ്സിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഏതാണ്? തെറ്റുകളെ പറ്റിയാണ് പഠിക്കുന്നത് അല്ലെ. എപ്പോഴും ഇതുവരെ നമ്മൾ ശരി മാത്രമാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്? തെറ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളെ, തെറ്റ് പഠിക്കാൻ പോവാ നമ്മൾ. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ എറർ ഓഫ് കമ്മീഷൻ? സാധാരണഗതിയിൽ 4 തരത്തിലുള്ള എറേഴ്സ് ആണ് നമ്മൾ പഠിക്കുക. എന്തൊക്കെയാണ്? എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് പ്രിൻസിപ്പിള്, കോമ്പൻസേറ്റിംഗ് എറർ, എറർ ഓഫ് ഒമിഷൻ. എന്നിങ്ങനെ 4 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സാധാരണഗതിയിൽ പഠിക്കുന്നത്. അതിൽ കൂടാതെ ഡ്യൂപ്ലിക്കേഷൻ എറർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറച്ച് എറേഴ്സ് വന്നിട്ടുണ്ട്. എന്നാലും പ്രധാനമായിട്ടും ഈ 4 എറേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ എറർ ഓഫ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? കമ്മീഷൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. എറർ ഓഫ് കമ്മീഷൻ. അപ്പൊ എറർ ഓഫ് കമ്മീഷൻ ഈ പറയുന്ന താഴെ പറയുന്നതിൽ ഏതാണ്? ഇവിടെ ഈ എറേഴ്സ് നമ്മൾ പറയുന്ന സമയത്ത് കൂടുതലായിട്ടും സിറ്റുവേഷൻ ബേസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഒരു സിറ്റുവേഷൻ തന്നിട്ട് ആ സിറ്റുവേഷനിൽ ഏതാണ് ഈ എറർ എന്നായിരിക്കും പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഈ എറേഴ്സ് പഠിക്കുന്നതിന് മുന്നേ അതിന്റെ എക്സാമ്പിൾ പഠിക്കണം. ആ എക്സാമ്പിൾ പഠിച്ചിട്ട് വേണം നമ്മൾ എങ്ങോട്ടേക്ക് വരാൻ? എറേഴ്സിലേക്ക് വരാം. എക്സാമ്പിൾ പഠിച്ചിട്ട് വേണം നമ്മൾ എന്തിലേക്ക് വരാൻ? എറേഴ്സിലേക്ക് വരാൻ. നമുക്ക് നോക്കാം. ഒമിഷൻ ഓഫ് ക്രെഡിറ്റ് സെയിൽ ഫ്രം ദി സെയിൽസ് ബുക്ക്. അപ്പോൾ ഒമിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉറപ്പിക്കാം അതല്ല. പിന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ജോൺ പോസ്റ്റ് ഇൻ ദി ഡെബിറ്റ് ഓഫ് ജോൺസ് അക്കൗണ്ട് അവിടെ വെക്കാം. ഓഫീസ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഡെബിറ്റ് ടു പർച്ചേസ് അക്കൗണ്ട്. സെയിൽസ് ബുക്ക് അണ്ടർ കാസ്റ്റ് ബൈ ₹200. ഇതാണ് 4 ഓപ്ഷൻ. അപ്പൊ ഇവിടെ എറർ ഓഫ് കമ്മീഷൻ ആയതുകൊണ്ട് ഏതായിരിക്കാം വരിക? എനിവൺ പറയാൻ വേണ്ടി പറ്റുമോ ഏതായിരിക്കാം? യെസ്, ഏതാണ് വരിക? അവിടെ ബി തന്നെയാണ് വരിക അല്ലെ. ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ജോൺ പോസ്റ്റ് ടു ദി ഡെബിറ്റ് ഓഫ് ജോൺസ് അക്കൗണ്ട് അല്ലെ. അവിടെ എറർ ഓഫ് കമ്മീഷൻ എന്ന് വെച്ചാൽ ദിസ് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് റെക്കോർഡിംഗ് ദി ട്രാൻസാക്ഷൻ ബട്ട് ദി റോങ് മാനർ. അതായത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് റോങ് മാനർ ആയിട്ട്, അതായത് റോങ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ റോങ് ആയിട്ട് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? പ്രധാനമായിട്ടും അവിടെ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയാം. ഇവിടെ എന്താ? ഇവിടെ ജോൺ അക്കൗണ്ടിന് പകരം അവിടെ ചെയ്ത ഏതാണ്? ജോൺസ് അക്കൗണ്ടിലാണ് അവിടെ
ചെയ്യുന്നത് അല്ലെ. അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ് ക്യാഷ് റിസീവ്ഡ് ഫ്രം മിസ്റ്റർ ജോൺ പോസ്റ്റ് ടു ദി ഡെബിറ്റ് ഓഫ് ജോൺസ് അക്കൗണ്ട് അല്ലെ. അതായത് ജോൺസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് പോസ്റ്റ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ അതെന്താണ്, കാരണം അത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിൽ റോങ് മാനറിലാണ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് ഏതാണ്, എറർ ഓഫ് കമ്മീഷൻ ആണ്. ശരി, അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് എ കംപ്ലീറ്റ് എറർ ഓഫ് ഒമിഷൻ? എന്താണ് കംപ്ലീറ്റ് എറർ ഓഫ് ഒമിഷൻ? ഈ ഒമിഷന്റെ കേസിൽ രണ്ട് കാര്യങ്ങൾ പറയും. ഒമിഷനെ രണ്ടായി തരംതിരിക്കാം. എന്താണ് കംപ്ലീറ്റ് ഒമിഷൻ എന്നും പാർഷ്യൽ ഒമിഷൻ എന്നും. കംപ്ലീറ്റ് ഒമിഷൻ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ ഒരു അക്കൗണ്ടിലും രേഖപ്പെടുത്താതിരിക്കുക എന്നതും. പാർഷ്യലി ഒമിഷൻ എന്ന് വെച്ചാൽ ചില അക്കൗണ്ട്, അതായത് രണ്ട് രീതിയിലുള്ള അക്കൗണ്ടിങ് ഉണ്ടെങ്കിൽ, അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം രേഖപ്പെടുത്തുക, മറ്റൊരു രേഖപ്പെടുത്താൻ വിട്ടുപോവുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാർഷ്യലി ഒമിഷൻ എന്നും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാ, എറർ ഓഫ് ഒമിഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ന ഒരു മാനറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെടുക്കാൻ വേണ്ടി പറ്റും. നോക്കിയേ, ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ഇൻ റോങ് അക്കൗണ്ട് അല്ല, നമുക്കറിയാം. ഡൺ. എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡഡ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ലെഡ്ജർ, അതുമല്ല. എൻ എമൗണ്ട് ഈസ് റെക്കോർഡ് ട്വൈസ് ഇൻ ആൻ അക്കൗണ്ട്, അതുമല്ല. പിന്നെ ഏതാണ്, എ ട്രാൻസാക്ഷൻ ഈസ് കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഔട്ട് ഫ്രം ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെ. അവിടെ എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി അവിടെ എന്ത് ചെയ്തു, നമ്മൾ വിട്ടുപോയി. കംപ്ലീറ്റ്ലി അവിടെ വിട്ടുപോയി അല്ലെ. അപ്പൊ കംപ്ലീറ്റ്ലി വിട്ടുപോയതിനെയാണ് നമ്മൾ എന്ത് പറയാ, അവിടെ എറർ ഓഫ് ഒമിഷൻ എന്ന് പറയാം. ഇനി എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ എന്ന് പ്രത്യേകം പറഞ്ഞാലോ, അങ്ങനെയാണെങ്കിൽ ഒരു അക്കൗണ്ട് രേഖപ്പെടുത്തി മറ്റൊരു അക്കൗണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തുക അല്ലെ. യെസ്, ഇവിടെ ഏതാണ്, ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ശരി, അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് എറർ വിൽ നോട്ട് എഫക്ട് ദി അഗ്രിമെന്റ് ഓഫ് ദി ട്രയൽ ബാലൻസ്? ഏത് എറർ ആണ് ട്രയൽ ബാലൻസിനെ എഫക്ട് ചെയ്യാത്തതാണ് ചോദിക്കുന്നത്. നോക്കിയേ, പാർഷ്യൽ ഒമിഷൻ, റോങ് ടോട്ടലിംഗ്, കോമ്പൻസേറ്റിംഗ് എറർ, പോസ്റ്റിംഗ് ഓൺ ദ റോങ് സൈഡ് ഓഫ് ലെഡ്ജർ. ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു എറർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് എറർ ആണ് അവിടെ? യെസ്, കോമ്പൻസേറ്റിംഗ് എറർ ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. ഏതാണ് ആൻസർ ആയിട്ട് വരിക? കോമ്പൻസേറ്റിംഗ് എറർ ആണ് ആൻസർ ആയിട്ട് വരിക. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് വെച്ചാൽ ഒരു എററിനെയും മറ്റൊരു എറർ കൊണ്ട് എന്ത് ചെയ്യുന്നു, രണ്ടും കൂടി കട്ട് ഓഫ് അല്ലെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, കോമ്പൻസേറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ സെയിൽസ് ബുക്കിൽ ഒരു 500 രൂപ കൂടി അല്ലെങ്കിൽ 500 രൂപ കുറഞ്ഞു, പെർച്ചേസ് ബുക്കിൽ ഒരു അതേപോലെ കൂടുക കുറച്ചിലും ഉണ്ടായാല് അവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, അത് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അത്തരത്തിലാണ് അവിടെ എന്ത് പറയാം, കോമ്പൻസേറ്റിംഗ് എറർ. നോക്കൂ, കോമ്പൻസേറ്റിംഗ് എറർ ക്യാൻസൽ ഈച്ച് അതർ ഔട്ട്. സോ ദി ട്രയൽ ബാലൻസ് വിൽ എഗ്രി ഈവൻ ദോ ദ എറേഴ്സ് അല്ലെ. ട്രയൽ ബാലൻസ് എന്ത് ചെയ്യില്ല, കാരണം അവ രണ്ടും കൂടി അവിടെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. സോ അത് ട്രയൽ ബാലൻസിനെ എന്ത് ചെയ്യില്ല, കാര്യമായിട്ട് ബാധിക്കില്ല. ഓക്കെ, ശരി, അടുത്ത ചോദ്യം. പോസ്റ്റിംഗ് ആൻ എമൗണ്ട് ട്വൈസ് ടു ആൻ അക്കൗണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് എറർ? പോസ്റ്റ് ചെയ്ത എമൗണ്ട് രണ്ട് തരത്തില്, അതായത് പോസ്റ്റിംഗ് ആൻ എമൗണ്ട് ട്വൈസ് ഇൻ ആൻ അക്കൗണ്ട് അല്ലെ. രണ്ട് എമൗണ്ട് എന്ത് ചെയ്തു, ഒരു അക്കൗണ്ടിൽ രണ്ട് പ്രാവശ്യം നമ്മൾ എന്ത് അക്കൗണ്ട് രേഖപ്പെടുത്തി. ഏത് തരത്തിലുള്ള എറർ ആയിരിക്കാം? ഒമിഷൻ, പ്രിൻസിപ്പൾ, കമ്മീഷൻ, കോമ്പൻസേറ്റിംഗ് എറർ. ഉറപ്പിക്കാം കോമ്പൻസേറ്റിംഗ് എറർ അല്ല എന്ന് ഉറപ്പിക്കാം അല്ലെ. കോമ്പൻസേറ്റിംഗ് എറർ എന്താ, അവിടെ വിട്ടുപോവുകയാണ്. ബാക്കിയുള്ളതിനെ നോക്കിയാൽ മതി. കമ്മീഷൻ ആണോ, പ്രിൻസിപ്പൾ ആണോ, ഒമിഷൻ ആണോ എന്നുള്ളത്. ഏതായിരിക്കും വരിക? യെസ്, ഏതാണ് വരുന്നത്? അവിടെ എറർ ഓഫ് കമ്മീഷൻ ആണ് വരിക. കാരണം അവിടെ ഒരു ക്ലറിക്കൽ എറർ ആണ് അല്ലെ. അവിടെ എന്താണ്, ക്ലറിക്കൽ എറർ ആണ്. കാരണം ഒരു പൈസ തന്നെ അല്ലെ, ഒരു എമൗണ്ടിനെ രണ്ട് പ്രാവശ്യം ചേർക്കുക എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് ക്ലറിക്കൽ എറർ ആണ്. സോ അത്തരത്തിലുള്ള എററുകൾ നമ്മൾ പ്രധാനമായിട്ടും ഏതാണ്, എറർ ഓഫ് കമ്മീഷന്റെ കേസിലാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്ത ചോദ്യം. If the purchase of office furniture is wrongfully debited to the purchase account, what kind of error is? എന്തായിരിക്കാം? ഇവിടെ ഒരു സിറ്റുവേഷൻ തന്നിരിക്കുന്നത്, എന്ത് ചെയ്തു, ഓഫീസ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു, അത് പക്ഷേ റോങ്ലി ഡെബിറ്റഡ് ടു ദി പർച്ചേസ് അക്കൗണ്ട് അല്ലെ. എവിടെയാ കൊണ്ടുപോയത്? പർച്ചേസ് അക്കൗണ്ടിലാണ് എന്ത് ചെയ്തത്, അവ പോയി രേഖപ്പെടുത്തിയത് അല്ലെ. അപ്പോ ഇവിടെ ഏത് തരത്തിലുള്ള എറർ ആയിരിക്കും വരിക? നോക്കിയേ, എറർ ഓഫ് കമ്മീഷൻ, ഒമിഷൻ, പ്രിൻസിപ്പൾ, കോമ്പൻസേറ്റിംഗ് എറർ. ഏതായിരിക്കാം? യെസ്, എറർ ഓഫ് പ്രിൻസിപ്പൾ അല്ലെ. കാരണം എന്താ, ഒരിക്കൽ അവിടെ ചേർക്കേണ്ടത്, അതായത് പർച്ചേസ് ഓഫ് ഓഫീസ് ഫർണിച്ചർ എന്നത് ഇവിടെ എന്താണ്, അവിടെ പർച്ചേസ് അക്കൗണ്ടിൽ അല്ല നമ്മൾ ചേർക്കേണ്ടത് അല്ലെ. അവിടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അവിടെ എന്താണ്, മാറുകയാണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മാറുകയാണ്. നോക്കിയേ, ദിസ് എറർ occurs when accounting principle are violated. Capital expenditure furniture is treated as revenue expenditure അല്ലെ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ള ഫർണിച്ചറിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്, ട്രീറ്റ് ചെയ്തത്. സോ അവിടെ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് പ്രിൻസിപ്പലിന്റെ എന്താ സംഭവിക്കുന്നത്, വയലേഷൻ ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പലിന്റെ വയലേഷൻ ആണ് എന്ത് ചെയ്തത്, അവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ശരി, അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് കോസ് ദി ട്രയൽ ബാലൻസ് ടു ഡിസഗ്രി? ഏതായിരിക്കാം? കംപ്ലീറ്റ് ഒമിഷൻ ഓഫ് ട്രാൻസാക്ഷൻ, കോമ്പൻസേറ്റിംഗ് എറർ, റോങ് പോസ്റ്റിംഗ് ടു എ കറക്റ്റ് സൈഡ്,
പാർഷ്യലി ഒമിഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ. ഏതായിരിക്കും? എന്താ? ഫോളോയിങ് കേസ് ദ ട്രയൽ ബാലൻസ് ടു ഡിസ്അഗ്രി ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ട്രയൽ ബാലൻസ് ഡിസ്അഗ്രി ഏതായിരിക്കാം വരിക? യെസ്, അവിടെ പാർഷ്യലി ഒമിഷൻ ഓഫ് എ ട്രാൻസാക്ഷൻ. എന്താ പാർഷ്യൽ ഒമിഷൻ? അതായത് ഒരു സ്ഥലത്ത് നമ്മൾ രേഖപ്പെടുത്തി അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് എന്ത് ചെയ്തില്ല? രേഖപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. ഇൻ പാർഷ്യൽ ഒമിഷൻ വൺ സൈഡ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഇസ് റെക്കോർഡഡ് ആൻഡ് ദി അതർ സൈഡ് ഈസ് നോട്ട്, ലെൻഡിങ് ടു ഇൻ ആൻ ഇൻബാലൻസ് ഓഫ് ട്രയൽ ബാലൻസ്. അവിടെ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്ത് രേഖപ്പെടുത്തി മറ്റൊരു സ്ഥലത്ത് രേഖപ്പെടുത്തിയില്ല. അപ്പൊ ട്രയൽ ബാലൻസ് അവിടെ എന്താവും? ഒരു ഇൻബാലൻസ്ഡ് ആവും അല്ലെ. അത്തരത്തിൽ വരുമ്പോ സമയത്ത് എന്താണ് സംഭവിക്കുക? പാർഷ്യലി ഒമിഷൻ ആണ് അവിടെ ഉണ്ടാവുക. ഏതാണ്? പാർഷ്യലി ഒമിഷൻ ആണ് അവിടെ ഉണ്ടാവുക. ഓക്കെ, ശരി. അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്കറിയാം നമ്മളെ CSEB എക്സാം ഇതാ ഇങ്ങടുത്തു. ഇനി വരാനിരിക്കുന്ന എക്സാമും അതേപോലെ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള എക്സാമുകളൊക്കെ അതിന്റെ പുറകിലായിട്ട് വരും. അപ്പൊ ഇപ്പം മുതലേ നമുക്ക് എന്ത് ചെയ്യാം? ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ കൂടുതൽ MCQs വർക്ക്ഔട്ട് ചെയ്ത് അതേപോലെ കൂടുതൽ ലൈവ് ക്ലാസ്സുകളൊക്കെ നോക്കിക്കൊണ്ട് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇവിടെ CSEBക്ക് ഒരു എക്സാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം. അതായത് വരാനിരിക്കുന്ന എക്സാമിന് കൂടുതൽ പ്രിപ്പറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടുതൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള PYQസും അതേപോലെ ലൈവ് സെഷനുകളും അതേപോലെ മോക്ക് എക്സാമുകളും സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് ഒരു എക്സാം ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ബോർഡ് നമ്പർ ആയ 89 21 44 05 80 എന്നീ നമ്പറിൽ എന്ത് ചെയ്യാം? നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളൊരു CSEB ആസ്പിരന്റ് ആണെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ഡീറ്റെയിൽ എത്തിക്കുക. നമ്മൾ എക്സാം ബാച്ചാണ്, അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ സീറ്റുകളാണ് നമ്മൾക്കുള്ളത്. സോ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ. പിന്നെ CCD ആപ്പ് വഴി നിങ്ങൾക്ക് ഒരുപാട്, അതായത് ജനറൽ നോളജ്, GK തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി CCD ആപ്പ് നമ്മളെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് അധ്യാപക കോഴ്സുകളും അധ്യാപകേതര കോഴ്സുകളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഇനി എക്സാം അടുപ്പിച്ച് കൂടുതൽ PYQ ആയിട്ടും അതേപോലെ ക്ലാസ്സുകളായിട്ടും കണ്ടന്റ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളെ ഫ്രീ ഗ്രൂപ്പ് CSEB ആയിട്ട് ബന്ധപ്പെട്ട പുതിയ ഇൻഫർമേഷൻസ് അറിയാനും അതേപോലെ തന്നെ PYQകൾ വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PYQ ലഭിക്കാനും ചോദ്യങ്ങൾ ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ഗ്രൂപ്പ് ചാനൽ ഉണ്ട്. അപ്പൊ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? കൊടുക്കാം. അതേപോലെ നമ്മൾ ഇൻസ്റ്റയിൽ നമുക്കറിയാം കൂടുതലായിട്ടും 1 minute 1 PYQ എന്ന രീതിയിൽ ഒരുപാട് ചോദ്യങ്ങൾ അവിടെയും അവൈലബിൾ ആണ്. അതിന്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് സർവീസസ് നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇതൊക്കെ നിങ്ങളുടെ ഇൻഫർമേഷൻ, അതായത് CSEB ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കൂട്ടാനും വേണ്ടി വളരെ സഹായിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടുതൽ PYQ ആയിട്ട് കൂടുതൽ കണ്ടന്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.